നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് സത്യാമ്മയുടെ വീട്ടുമുറ്റത്തെ ചാമ്പമരത്തിൽ കായ്ച്ചു വന്നോന്നല്ലോ ചന്ദ്രബോസെ. സർക്കാർ ലൈസൻസോടെ കൈവശം വെച്ചിരുന്നതല്ലേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഇത് നിന്നെ പോലെ തന്നെ ആയി പോയില്ലേ. ഇന്നലെ വരെ ലൈസൻസ്ഡ്, ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോഴോ അനധികൃതം, പുറത്ത് കാണിക്കാൻ പറ്റില്ല. നിന്നെ പോലെ തന്നെ തടവിൽ. അത് ചന്ദ്രബോസിന് വെറുതെ തോന്നുക. 6 വർഷം കൊണ്ട് ഇയാളങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ചൊന്നൊന്നും കരുതിയേക്കല്ലേ. ഇയാള് CIന്ന് ACP ആയിട്ട് മാറിയാലും ഉള്ളിലെ ചെറ്റത്തരത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. എന്താണോ പറഞ്ഞേ? അടങ്ങ് സോമശേഖര. സാറേ, ഇവൻ എന്തൊക്കെയാ സാറിനെ പറ്റി വിളിച്ചു പറയുന്നേ? അവന് പറയാനുള്ള പറയട്ടോ. ഇനി ചിലപ്പോ അവൻ ഇതുപോലൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ? നീ പറടാ. പറഞ്ഞല്ല, പ്രവർത്തിച്ചാണ് പരിചയം. കുറച്ചു കാലമായിട്ട് ഞാനതങ്ങ് മാറ്റിവെച്ചിരിക്കുക. നന്നാവാൻ ചെറിയൊരു ശ്രമം. ഇനിയിപ്പൊ നീയൊന്നും അതിന് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും വിഷ്ണു റെഡിയാ. എടാ, നീയൊക്കെ അങ്ങ് നന്നായി പോയാ പിന്നെ ഈ കഥയ്ക്ക് എന്താണ് രസം? വളരെ മോശക്കാരനും തെമ്മാടിയുമായൊരു പോലീസ് ഓഫീസർ. എല്ലാ അർത്ഥത്തിലും അയാൾ ജനങ്ങൾക്കൊരു ഭീഷണിയാണ്. പാവപ്പെട്ട ജനം അയാളുടെ ഉരുക്ക് മുഷ്ടിയിൽ കിടന്ന് ഞെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു നേതാവ് ഉദയം ചെയ്യുന്നു. ഒരൊറ്റയാൾ പട്ടാളം, ജനസമ്മതൻ, ആദർശധീരൻ. പിന്നെ അവർ തമ്മിലുള്ള പോരാട്ടം. ഏറ്റവും ഒടുവിൽ അഴിമതിക്കാരനായ പോലീസ് ഓഫീസർ നമ്മുടെ ജനപ്രിയനായ നേതാവിന്റെ കാൽക്കൽ ചെന്ന് വീണിട്ട് സംസ്ഥാപരാധം പറയുന്നു. ഇങ്ങനെയൊക്കെയല്ലോടാ സ്ക്രിപ്റ്റ് പോകേണ്ടത്. പക്ഷേ ക്ലൈമാക്സിന് ചെറിയൊരു മാറ്റമുണ്ട് വിഷ്ണു. മുൻ വൈരാഗ്യത്തെ തുടർന്ന് വില്ലനായ പോലീസ് ഓഫീസർ നായകനെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിനിടെ നായകൻ കൊല്ലപ്പെടുന്നു. ഇത് സത്യഭാമയ്ക്ക് വിരിച്ച വലയല്ലടാ. അതിലേക്ക് നീ തന്നെ വന്ന് വീഴുവന്ന് കണക്കുകൂട്ടി വെച്ച കെണിയടാ. സത്യമേ, കാര്യങ്ങൾ ഇത്തിരി കുഴപ്പത്തില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും വിഷ്ണു ആശാനെ പുറത്തിറക്കിക്കൊണ്ട് പോകാൻ നോക്ക്. ഇവിടെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയാലോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടു. അയ്യോ, അല്പം പേടിച്ചു അല്ലേ? കടല് കണ്ട പേടിക്കില്ല. പിന്നെ ചന്ദ്രബോസെ, ഇയാളുടെ സ്ക്രിപ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടുവാ. പക്ഷേ ഡയറക്ഷനിൽ താൻ തോറ്റു. കാരണം അതിനുള്ള പരിചയവും നട്ടലുറപ്പൊന്നും തനിക്കില്ല. ഇവിടെ ഇപ്പൊ ആശാനോടോ സത്യാമ്മയോടോ സ്നേഹമുള്ള ആരും തന്നെ ഇല്ല. സോമശേഖരന്റെ കാര്യം അറിയാമല്ലോ. പണ്ടേ വിഷ്ണു ആശാനോട് കലിപ്പ. ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട് നല്ല കറ കളഞ്ഞ ക്രിമിനൽ പോലീസിനെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ലോക്കപ്പ് പീഡനത്തിലും കസ്റ്റഡി മരണത്തിലും ഒക്കെ പ്രതികളായവര്. പോലീസ് യൂണിഫോമിലുള്ള കൊട്ടേഷൻ സംഘം. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ സത്യാമേ വിഷ്ണു ആശാന്റെ ചുറ്റുമുള്ളത്. ACP അല്ല, അതിന് മുകളിലുള്ള റാങ്കിലുള്ള കുപ്പായോട്ടാലും തന്റെ രക്തഗുണം മാറാൻ പോകുന്നില്ല ചന്ദ്രബോസെ. പൂച്ചയ്ക്ക് കമ്മലിട്ട പുരാത്തും തൂക്കിയിട്ടങ്ങ് നടക്കാന്ന് മാത്രം. പക്ഷെ നിന്റെ ഈ കയ്യിലുള്ള തോക്കുണ്ടല്ലോ, അതുപോലെയാ വിഷ്ണു.
ഒരാളുടെ ജീവൻ എടുക്കാൻ അതിന് ലൈസൻസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതെപ്പോ വേണമെങ്കിലും പൊട്ടും. പക്ഷെ തോക്കിൽ ഉണ്ട വേണമെന്ന് മാത്രം. എങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാലോടാ. തോക്കിൽ ഉണ്ടെങ്കിൽ പൊട്ടും ചന്ദ്രബോസേ. എന്നാങ്ങ് പൊട്ടിച്ചേക്കട്ടടാ. ഒന്ന് പൊട്ടിച്ചു നോക്ക് ചന്ദ്രബോസേ. ഉണ്ട വേണം, വെടിമരുന്ന്. അത് ചോരയിൽ വേണം. അതിനാ രക്തഗുണമെന്ന് പറയുന്നേ. പൊട്ടിക്കടാ നീ. എന്താ സത്യമേ? വിഷ്ണു? അമ്മ, എന്താ വിഷ്ണു? അമ്മ, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നിൽക്കണം. നിങ്ങളുടെ മകന്റെ ചങ്ങിനൊരു ഓട്ടയിടാൻ നോക്കിയതാ സത്യഭാമേ. അവന്റെ തിളപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതങ്ങനെ വരൂ ചന്ദ്രബോസെ. ഇതേ സത്യഭാമയുടെ മകനാ. ഈ ഡയലോഗ് കുറച്ചു മുമ്പ് കേട്ടല്ലേ ഉള്ളൂ, അല്പം മുമ്പ് കണ്ടല്ലേ ഉള്ളൂ നമ്മള് തമ്മില്. പിന്നെ എന്തിനാണാവോ തമ്പുരാട്ടി ഇങ്ങോട്ട് തിരുവെഴുന്നള്ളത്ത് നടത്തിയത്? മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ ACP. വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ മനസ്സിലായി. വക്കീൽ സാർ പരിഹസിക്കുകയാണോ നിങ്ങൾ? അയ്യോ, വക്കീൽ സാറിനൊക്കെ ഞാൻ പരിഹസിക്കാനോ? ഈ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്ന ആളാ ഞാൻ. സാറ് സാറിന്റെ ജോലി ചെയ്യാനല്ലേ വന്നേ, ചെയ്തോ. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടയക്കണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. അയ്യോ, അതിനുള്ള അധികാരമൊന്നും നമുക്കില്ലേ. നമ്മൾ പാവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ദയിക്കുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അങ്ങോട്ട് ചോദിച്ചാട്ടെ. അതിന് ഇയാളുടെ ചെവി പൊട്ടിയൊന്നുമല്ലല്ലോ. ഞാൻ ചോദിച്ചത് കേട്ട് കാണും. പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. ഏത് സെക്ഷൻ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? അത് പറയണം മിസ്റ്റർ. തന്റെ കക്ഷിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് അറിയാൻ ഒരു അഡ്വക്കേറ്റിന് അവകാശമുണ്ട്. ഏതോ പോലീസിന് നാണം കെടുത്താതോ. സെക്ഷൻ 24A and 24B എന്താ പോരെ? അത് ബെയിലബിൾ ആണല്ലോ, ജാമ്യം കിട്ടാവുന്ന വകുപ്പ്. വിടാൻ സൗകര്യമില്ലെന്ന് പറയണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.